പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിരുന്ന ഡിമിട്രോസ് ഡയമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 2023-24 സീസണിലെ ഏറ്റവും മികച്ച താരമായി ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഡിമിട്രോസ് ഡയമൻഡാക്കോസിനെയാണ്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായിരുന്നു താരം. എന്നാൽ കഴിഞ്ഞ സീസണിലെ ആ ഒരു മികച്ച ഫോം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ താരത്തിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നുമില്ല. അടുത്തൊരു വാർത്ത നമുക്കറിയാം, ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന ഞായറാഴ്ച ചെന്നൈ എഫ്സിക്കെതിരെയാണ്. ആ ഒരു മത്സരം ടീമിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത് ശക്തരായിട്ടുള്ള എതിരാളികളെയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായി തിരിച്ചു വരുമെന്ന ചെറിയൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദോവി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. നോവയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തന്റെ മികച്ച പ്രകടനം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല, ഈ ഒരു സീസണിൽ ഇതുവരെ തനിക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നും നോവ പറഞ്ഞിരുന്നു. ഏത് മത്സരമായാലും തങ്ങൾക്ക് വിജയമാണ് പ്രധാനം. എനിക്ക് എൻ്റെ ടീം എല്ലാ സ്ഥലത്തും വിജയിക്കണമെന്നാണ് ആഗ്രഹം. ട്രെയിനിങ്ങിൽ പോലും എൻ്റെ ടീം തോറ്റു കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ പിന്തുണയോടെ ഞങ്ങൾ ശക്തരായി തന്നെ തിരിച്ചു വരുമെന്നും നോവ പറഞ്ഞിരുന്നു. അടുത്ത മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മോശം റിസൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ ടീമിന് വലിയൊരു തിരിച്ചടി തന്നെയാകും. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ടുള്ള ചെന്നൈ എഫ് സി ആവട്ടെ ഈ ഒരു സീസണിൽ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ടീമിൽ നിന്ന് പരിക്കേറ്റ് പോയ താരങ്ങളായിട്ടുള്ള സച്ചിൻ സുരേഷ്, ഐബൻ ദുഹലിംഗ് എന്നീ താരങ്ങളെല്ലാം നിലവിൽ ട്രെയിനിങ് നടത്തുന്നു. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ എന്തായാലും ടീമിൽ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസിന്റെ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. മിഗാൽ സ്റ്റെഹറയും അതിനോടൊപ്പം തന്നെ അഡ്രിയൻ ലൂണയും പ്രസ് മാച്ച് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തേക്കും. ശനിയാഴ്ച, അതായത് നാളെ രാവിലെ 11:30 പ്രസ് മാച്ച് കോൺഫറൻസ് ഉണ്ടായേക്കുക. എന്നിരുന്നാലും കോച്ചിന്റെ നാളത്തെ വാക്കുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.